തട്ടിപ്പ് നടത്തിയത് 2 പേർ, ഒരാൾ പിടിയിൽ. വ്യാജ പേയ്മെന്റ് ആപ്പ് വഴി പണം അയച്ചതായി സ്വർണ്ണ വ്യാപാരിയെ വിശ്വസിപ്പിച്ച ശേഷം ജ്വല്ലറിയിൽ നിന്നും സ്വർണവുമായി മുങ്ങിയ പ്രധാന പ്രതി പിടിയിലായി. സ്വർണം വാങ്ങിയ ശേഷം ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം അയച്ചതിന്റെ വ്യാജ റെസീറ്റ് കാണിച്ച് ജ്വല്ലറിയിൽ നിന്നും 8 പവന്റെ സ്വർണ്ണാഭരണങ്ങളുമായി കടന്നുകളഞ്ഞ സംഭവത്തിലെ പ്രതികളിലൊരാളായ പേരാവൂർ സ്വദേശി കൊളവൻചാലിൽ അപ്പാച്ചി എന്ന് വിളിക്കുന്ന അഷ്റഫാണ് പിടിയിലായത്. പെരിങ്ങനം 3 പീടികയിലെ സ്വർണ്ണഗോപുരം ജ്വല്ലറിയിൽ ഇക്കഴിഞ്ഞ ഫെബ്രുവരി 18-ാം തീയതിയാണ് സംഭവം. പെരിങ്ങനം സ്വദേശിയാണെന്നും ഗൾഫിൽ ബിസിനസ് നടത്തുകയാണെന്നും പരിചയപ്പെടുത്തി മാലയും വളയും മോതിരവും അടക്കം 8 പവന്റെ ആഭരണങ്ങളാണ് അഷ്റഫ് വാങ്ങിയത്. മണിക്കൂറുകളോളം കടയിൽ തങ്ങിയ ഇയാൾ ബിൽ തുക കടയുടമയുടെ അക്കൗണ്ടിലേക്ക് നെറ്റ് ബാങ്കിംഗ് വഴി അയക്കുകയാണെന്ന് ഉടമയെ തെറ്റിദ്ധരിപ്പിച്ച് ഇതിന്റെ റെസീപ്റ്റ് സ്വന്തം മൊബൈലിൽ കാണിച്ച് യുവാവ് ഉടമയുടെ അക്കൗണ്ടിൽ പണമെത്താൻ കുറച്ച് സമയമെടുക്കുമെന്നും പറഞ്ഞു. ഇത് വിശ്വസിച്ച ഉടമ ആഭരണങ്ങളുമായി പോകാൻ അനുവദിച്ചു. 1 മണിക്കൂർ കഴിഞ്ഞും അക്കൗണ്ടിൽ പണമെത്താതായതോടെ ഉടമ കയ്പമംഗലം പോലീസിൽ പരാതി നൽകുകയായിരുന്നു. തൃശൂർ റൂറൽ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ മാർഗനിർദ്ദേശമനുസരിച്ച് പ്രതികൾ സഞ്ചരിക്കാൻ സാധ്യതയുള്ള വഴികളും ശാസ്ത്രീയമായ മാർഗങ്ങളും തേടി പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചതോടെയാണ് പ്രതികൾ പിടിയിലായത്. പോലീസിന്റെ കണ്ണിൽപ്പെടാതിരിക്കാൻ വിദഗ്ധമായി ഒളിപ്പിച്ചിരുന്ന മോഷണത്തിനായി വന്ന കാർ പോലീസ് കണ്ടെത്തി. തുടർന്ന് വാഹനത്തെപ്പറ്റി നടത്തിയ അന്വേഷണം ചെന്നെത്തിയത് യഥാർത്ഥ വാഹന ഉടമയുടെ അടുത്തായിരുന്നു. അയാൾ സിനിമാ മേഖലയിലുള്ള ഒരാൾക്ക് കാർ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണെന്ന് അറിഞ്ഞതോടെ അതുവഴിയായി പോലീസ് അന്വേഷണം. ഈ അന്വേഷണമാണ് ഒടുവിൽ അഷ്റഫിലേക്ക് എത്തിച്ചതും പിടികൂടാൻ കഴിഞ്ഞതും. ഇവർ ഈ തട്ടിപ്പിനായി ഒരു പ്രത്യേകതരം മൊബൈൽ ആപ്പാണ് ഉപയോഗിച്ചിരുന്നത്. പേയ്മെന്റ് ചെയ്തതായി സ്ക്രീനിൽ വ്യാജമായി കാണിക്കുമെന്നതാണ് ഈ ആപ്പിന്റെ പ്രത്യേകത. ഈ ആപ്പിൽ കാണുന്ന പേയ്മെന്റ് റെസിപ്റ്റ് കാണുന്ന ജ്വല്ലറി ഉടമകൾ തങ്ങളുടെ അക്കൗണ്ടിലേക്ക് പേയ്മെന്റ് വന്നിട്ടുണ്ടെന്ന് വിശ്വസിച്ചാണ് ആഭരണങ്ങൾ നൽകുന്നതും വഞ്ചിക്കപ്പെടുന്നതും. അഷ്റഫും മറ്റൊരു കൂട്ടാളിയും ഒന്നിച്ചാണ് തട്ടിപ്പിനായി കാർ വാടകയ്ക്കെടുത്ത് 3 പീടികയിലേക്ക് വരുന്നത്. അഷ്റഫ് തട്ടിപ്പിന് മുൻപ് കാർ വിദഗ്ധമായി ഒരു സ്ഥലത്ത് ഒളിപ്പിച്ച ശേഷം കൂട്ടാളിയെ തട്ടിപ്പിനായി പറഞ്ഞയക്കുകയും പിന്നീട് തട്ടിപ്പ് നടത്തിയ ശേഷം തിരിച്ചു വന്ന് കൂട്ടാളിയുമായി കാറിൽ രക്ഷപ്പെടുകയുമാണ് ഉണ്ടായത്. അഷ്റഫിന്റെ കൂട്ടാളിയായ പ്രതിയെക്കുറിച്ച് പോലീസ് അന്വേഷിച്ചു വരുന്നു. സമാന രീതിയിൽ മട്ടാഞ്ചേരിയിലും താമരശ്ശേരിയിലും തട്ടിപ്പ് നടത്തിയിരുന്നതായി പ്രതികൾ പറയുന്നുണ്ട്. അഷ്റഫിന് പേരാവൂർ പോലീസ് സ്റ്റേഷനിൽ 2018-ൽ മുക്കുബണ്ടം പണയം വെച്ചതിന് 8 കേസുകളും തമിഴ്നാട് ജോലാപേട്ട് പോലീസ് സ്റ്റേഷനിൽ 1 കേസും അടക്കം 13ഓളം കേസിലെ പ്രതിയാണ്. കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി വി കെ രാജു, കയ്പമംഗലം ഇൻസ്പെക്ടർ KR ബിജു, സബ് ഇൻസ്പെക്ടർമാരായ KS സൂരജ്, മുഹമ്മദ് സിയാദ്, പോലീസുകാരായ സുനിൽകുമാർ, ജ്യോതിഷ്, ഡെൻസ്മോൻ, സൈബർ വോളണ്ടിയർ മൃദുലാൽ എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു.